ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ലീലകൾ കേൾക്കണ്ടേ? നമ്മുടെ ഉണ്ണിക്കണ്ണൻ വികൃതിയാണെങ്കിലും കരുണാമയനാണ് കേട്ടോ. ഇന്ന് നമുക്ക് കണ്ണൻ്റെ മറ്റൊരു കഥ കേൾക്കാം. യശോദാമ്മ രാവിലെ കണ്ണനെ കുളിപ്പിച്ചൊരുക്കി വെണ്ണയും പാലും നൽകി. ശേഷം യശോദാമ്മ ഗൃഹജോലികളിൽ മുഴുകി. ഇന്ന് ചങ്ങാതിമാർ കളിക്കാൻ വിളിച്ചിട്ടും കണ്ണൻ പോയില്ല. ആരെയോ പ്രതീക്ഷിച്ച പോലെ ഉമ്മറത്ത് തന്നെ ഇരുന്ന് കളിക്കുകയാണ്. കണ്ണൻ ഇന്ന് തൻ്റെ പാവയുമായാണ് കളിക്കുന്നത്. ചങ്ങാതിമാർ ഇടയ്ക്കിടെ വന്ന് നോക്കുന്നുണ്ട്. കണ്ണൻ പാവയുമായി കളിക്കുകയാണ്. യശോദാമ്മയും വന്ന് നോക്കി. ഇന്ന് എന്തു പറ്റി കണ്ണന്? എവിടെയും പോകാതെ ഉമ്മറത്തിരുന്ന് കളിക്കുകയാണല്ലോ എന്ന് ചിന്തിച്ച് യശോദാമ്മ ഗൃഹജോലികളിൽ ഏർപ്പെട്ടു. അന്ന് വെയിലും ചൂടും അധികമായ ഒരു ദിവസമായിരുന്നു. ഗോകുലത്തിലെ തെരുവിലൂടെ ഒരു വൃദ്ധ മാതാവ് ഒരു കുട്ടയും തലയിൽ വെച്ച് പതുക്കെ നടന്നു വരുന്നു. ആ വൃദ്ധ വളരെ ക്ഷീണിതയാണ്. കുട്ടയിൽ നിറയെ മാമ്പഴമാണ്. ഈ മാമ്പഴം വിറ്റ് വേണം ആഹാരത്തിനുള്ളത് വാങ്ങാൻ. എന്തുകൊണ്ടോ ഇന്ന് കച്ചവടം ഒന്നും നടന്നിട്ടുമില്ല. നാരായണ ഭഗവാനെ, എല്ലാം അവിടുത്തെ നിശ്ചയം പോലെ തന്നെയാണ് നടക്കുന്നത്. ഇന്നത്തെ വെയിലിന് നല്ല ചൂട്, നല്ല ദാഹവും തോന്നുന്നു. ഈ മാമ്പഴം വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആഹാരം എങ്ങനെ നൽകും? ഭഗവാനെ, നീയേ തുണ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ വൃദ്ധ വീഥിയിലൂടെ മുന്നോട്ട് നടന്നു. നടന്ന് ആ വൃദ്ധ നന്ദഭവനത്തിനരികിലെത്തി. അപ്പോൾ കണ്ണൻ പതുക്കെ മുഖമുയർത്തി നോക്കിയിരുന്ന ഏതോ ബന്ധു വന്നതുപോലെ സന്തോഷത്തോടെ എഴുന്നേറ്റു. എന്നിട്ട് ആ വൃദ്ധയുടെ അരികിലേക്ക് വന്ന് വിളിച്ചു, മുത്തശ്ശി, മുത്തശ്ശി എവിടെ പോകുന്നു? ആ കുട്ടയിലെന്താ? മുത്തശ്ശി തിരിഞ്ഞു നോക്കി. അതിസുന്ദരനായ ഒരു ഉണ്ണി. മുത്തശ്ശിക്ക് ഉണ്ണിയോട് വാത്സല്യം തോന്നി. മുത്തശ്ശി പറഞ്ഞു, ഉണ്ണി, കുട്ടയിൽ മാമ്പഴമാണ്. ഉണ്ണിക്ക് വേണമോ? വേഗം അമ്മയെ വിളിച്ചുകൊണ്ട് വരൂ. നല്ല മധുരമുള്ള മാമ്പഴങ്ങളാണ്. മുത്തശ്ശിയുടെ വീട് എവിടെയാണ്? ഞാൻ ആദ്യമായി കാണുകയാണല്ലോ മുത്തശ്ശിയെ, കണ്ണൻ ചോദിച്ചു. ഉണ്ണി, ഞാൻ അടുത്ത ഗ്രാമത്തിൽ നിന്നും വരികയാണ്. അമ്മയോട് പണം എടുത്തുകൊണ്ട് വരാൻ പറയൂ. മാമ്പഴം വേണ്ടേ? മുത്തശ്ശി, എനിക്ക് വിശക്കുന്നു. മുത്തശ്ശി, എനിക്ക് മാമ്പഴം തരൂ. ഉണ്ണിയുടെ ഭാവം കണ്ട് ആ വൃദ്ധ സ്വയം പറഞ്ഞു, ഇന്ന് മാമ്പഴമൊന്നും വിൽക്കാൻ കഴിഞ്ഞില്ല. ഉണ്ണിക്കോ വിശക്കുന്നു എന്ന് പറയുന്നു. നാരായണ, എല്ലാം അവിടുത്തെ ഇഷ്ടം എന്ന് പറഞ്ഞ് കുട്ടയിൽ നിന്നും നല്ല മധുരമുള്ള മാമ്പഴം നോക്കി ഉണ്ണിക്ക് നൽകി. ഉണ്ണി കൈ നിറയെ മാമ്പഴവും പിടിച്ച് മുത്തശ്ശിയെ നോക്കി ചിരിച്ചു. അപ്പോൾ മുത്തശ്ശി കണ്ണൻ്റെ മുഖത്തൊന്ന് തഴുകിയ ശേഷം പോകാനായി തിരിഞ്ഞു. അപ്പോൾ കണ്ണൻ പറഞ്ഞു, മുത്തശ്ശി നിൽക്കൂ, കണ്ണൻ ഇപ്പോൾ വരാട്ടോ. കണ്ണൻ വീടിനുള്ളിലേക്ക് ഓടിപ്പോയി. ഭവനത്തിൽ നിന്നും ഉണ്ണിക്കൈ മുറുകെ പിടിച്ച് കണ്ണൻ ഇറങ്ങി വരുന്നുണ്ട്. മുത്തശ്ശിയുടെ അരികിലെത്തിയ ശേഷം കൈ തുറന്ന് കയ്യിലിരുന്ന 3-4 നെന്മണി വൃദ്ധയുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ആ വൃദ്ധ പറഞ്ഞു, ഉണ്ണി, ഇതെന്തിനാ? ഉണ്ണിയുടെ അമ്മ എന്തിയെ? ഉണ്ണി മുത്തശ്ശിക്ക് ഒന്നും തരണ്ട. ഉണ്ണിക്ക് വേണ്ട മാമ്പഴം എല്ലാം എടുത്തോളൂ. അപ്പോൾ കണ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് കയ്യിലിരുന്ന നെന്മണി വൃദ്ധയുടെ കുട്ടയിലിട്ടു. ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച ആ വൃദ്ധയുടെ കുട്ടയിലെ മാമ്പഴമെല്ലാം മുത്തും പവിഴവും രത്നവുമായി നിറഞ്ഞു. അതിശയത്തോടെ കണ്ണനെ നോക്കിയ ആ വൃദ്ധയുടെ മിഴികൾ ആനന്ദത്താൽ നിറഞ്ഞൊഴുകി. ഭഗവാനെ, നാരായണ, അവിടുത്തെ അനുഗ്രഹം തന്നെ. ആ വൃദ്ധ കണ്ണനെ നോക്കി കൈകൂപ്പി. കണ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് ഭവനത്തിനുള്ളിലേക്ക് പോയി. വൃദ്ധ സന്തോഷത്തോടെ ആ കുട്ടയുമായി നടന്നു നീങ്ങി. കണ്ണാ, ഭഗവാനെ, അവിടുത്തെ കാരുണ്യം അപാരം. അവിടുത്തെ ഭക്തരുടെ നേരെ എപ്പോഴും ഭഗവാന്റെ കൃപാകടാക്ഷമുണ്ടാകും. ഭഗവാന്റെ മറ്റൊരു കഥയുമായി വീണ്ടും വരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു.